ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കളും എക്കാലത്തും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ കാവലും സൂക്ഷിപ്പും ഈ ഭൂമിയിലെ ജീവിതത്തിൽ ലഭിക്കണം എന്നുള്ളത്. ദൈവവചനവും നിങ്ങളെ കാത്തു പരിപാലിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തരികയാണ്. അങ്ങനെ ഒരു ആത്മീക സന്ദേശമാണ് അല്പനേരം ധ്യാനിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ കൈ പിടിച്ച് നിന്നെ കാക്കും. പ്രവാചകൻ ഒരു ജനതയോട് പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളുടെ കരത്തിന് പിടിച്ച് നിങ്ങളെ നടത്തും. ദൈവമക്കൾ തമ്മിൽ കാണുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം എന്നെ നടത്തുന്നു. ചിലര് ഇച്ചിരൂടെ നല്ല വാക്ക് പറയും, ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തും. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ദൈവം നിങ്ങളെ കരം പിടിക്കും. അതേ യെശയ്യാ പ്രവചനം 45-ാം അധ്യായം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. യഹോവ തൻ്റെ അഭിഷക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ദൈവം ഒരുവന്റെ വലങ്കരം പിടിച്ചാൽ അവന് മുമ്പിൽ യാത്ര ചെയ്യുന്നത് ദൈവമായിരിക്കും. അവന്റെ മുമ്പിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള കൃപ ദൈവം അവന് കൊടുക്കും. അപ്പം ഇന്ന് വചനം കേൾക്കുന്നവർ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മുടെ കൂടെ ദൈവം ഉണ്ട് എന്നൊരു ഫീല് നമുക്കുണ്ടാവും. അവൻ നമ്മളെ കൈക്ക് പിടിച്ചിരിക്കുന്നു, അവൻ നമ്മെ നടത്തുന്നു, അത്ഭുതകരമായി നടത്തുന്നു. അതൊക്കെയാണ് ഒരു ദൈവവൈദ്യന്റെ ഏതൊക്കെ ദുഷ്ടശക്തികൾ തകർക്കാൻ വന്നാലും അവൻ തകരാത്തതിന്റെ പിന്നിലെ രഹസ്യം ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു വാക്ക് തന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. രണ്ടാമത്തെ പദം, ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു കാക്കും. നാം ദൈവത്തിൻ്റെ കാവലിലാണ്. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ. നമുക്കൊന്നിച്ച് വിശ്വസിക്കാം, നീതിയോടെ വിളിച്ച ദൈവം നിന്നെ കൈപിടിച്ചു കാക്കുന്ന ദൈവമാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു യോഗ്യതയുമില്ലായിരുന്ന ഞങ്ങളെ അങ്ങ് നീതിയോടെ വിളിച്ചത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കരത്തിന് പിടിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ കാക്കുന്നത് കൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അവരുടെ കൈക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട് മുമ്പിൽ വെളിപ്പെടുന്ന എല്ലാ തടസ്സങ്ങളെയും ദൈവം തന്നെ മാറ്റി ജീസസ് ദൈവത്തിൻ്റെ കാവലിൽ നിർത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്നെ കൈക്ക് പിടിച്ച് കാത്ത് എത്തിക്കാനിടത്തെത്തിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കാം. God bless you.